വക്കീൽ സാറോ? വരവുണ്ടായിട്ടിരിപ്പാ, അകത്തേക്ക് കയറാം. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. ആഹാ, എന്നാ ഇരിക്കണ്ട, കാര്യം പറഞ്ഞ ഉടനെ അങ്ങ് വയ്ക്കൂ. അമ്മയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല, ചില കാന്താരിമുള കടിക്കുന്ന പോലെ. അവിടെ ഇരിക്കടാ. ഓ, ഗൗരവത്തിലാണല്ലോ. നീ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പുറപ്പെടാനിരിക്കായിരുന്നു. എന്താണാവോ കാര്യം? നിന്റെ അമ്മാവൻ എനിക്ക് സ്വൈരം തരുന്നില്ല, അറിയാവോ? നിന്റെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും താമസിപ്പിച്ചു. ഇനി കല്യാണം നീട്ടിക്കൊണ്ട് പോവാൻ വയ്യെന്ന്. എടാ, അമ്മണിക്ക് വേറെ ആലോചനകൾ വരാനിട്ടൊന്നുമല്ല, നിന്നെ മടിയെന്നാ അവക്ക്. എന്താടാ നിനക്ക്? ഞാൻ വന്നത് അമ്മയെ കൊണ്ടുപോകാൻ. കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ ഞാൻ ഇങ്ങോട്ട് വരാടാ. അതുവരെ ഞാൻ എന്തെങ്കിലും ആഹാരം കഴിച്ച് ജീവിച്ചിരിക്കണ്ടേ? ആ വക്കൻ ചെറുക്കനെ എവിടെ പട്ടണിക്കിട്ട് കൊല്ലുക. കല്യാണം കഴിഞ്ഞാൽ ആ വീട്ടിൽ എനിക്കൊരു ഭാര്യയും കൊണ്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ടോ എന്ന് അമ്മ അന്വേഷിച്ചോ? ശരിയാ, അമ്മ വരാവിടാ. ഇനി ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനാ. അതവിടെ വരുമ്പോ പറയാം. ഇതാണോടാ നിന്റെ പ്രധാനപ്പെട്ട കാര്യം? ഇതിനാണോ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്? മതിയടാ നിന്റെ വക്കീൽ പണി, ഇവിടുത്തെ താമസം. അത് ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ, എനിക്ക് അവളെ ഇഷ്ടമാണ്. അമ്മ ഒന്ന് കാണുമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. കണ്ടിട്ട് ഞാനങ്ങ് സമ്മതിച്ചിരണം അല്ലേ? അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അമ്മ പറയുന്നുള്ളൂ ഞാൻ കേൾക്കും. മോളെ, എത്ര നേരമായി നീ ഇങ്ങനെ നിൽക്കുന്നു? ഇങ്ങോട്ടിരുന്നേ. വേണ്ടമ്മേ, ഞാനിവിടെ നിന്നോളാം. സാരമില്ല മോളെ, വന്നേ. മോളെ, ഇത്ര നേരം ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന എന്തിനാണെന്ന് അറിയാവോ? എനിക്ക് നിന്നെ ഇഷ്ടമാവരുത്, അതിനു വേണ്ടിയാ. എന്റെ ആഗ്രഹം ബാലു എന്റെ ആങ്ങളയുടെ മകളെ വിവാഹം ചെയ്യണമെന്നായിരുന്നു. അവൻ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ഇവിടം വരെ വന്നു, നിന്നെ കണ്ടു. നിന്റെ സംസാരവും പെരുമാറ്റവും എനിക്ക് വളരെ ഇഷ്ടമായി. കാപ്പി കുടിക്കായിരുന്നു. വരുമോളെ. അമ്മ എന്താ അവളോട് സംസാരിച്ചോണ്ടിരുന്നത്? ഞാൻ നിന്റെ അമ്മാവനോട് എന്താ പറയാ? കേട്ടോ രോഹിണിയമ്മേ, ഇവിടെ കല്യാണാലോചനമായിട്ട് ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്. വന്നിട്ടുള്ള ചെറുക്കന്മാർക്കെല്ലാം പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ. എന്താണ് അവരുടെയൊക്കെ കുടുംബ പാരമ്പര്യം, കുടുംബ മാഹാത്മ്യം, ഇതൊക്കെ അറിയണ്ടേ? എനിക്കൊരു നിർബന്ധമുണ്ട്. ഞാൻ എന്റെ മകളെ കൊള്ളാവുന്ന കുടുംബത്തിലേക്ക് എത്തിച്ചു വിടൂ. ബാലേന്ദ്രനെ എനിക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും ആ മുഖം കണ്ടാൽ അറിയാം എന്താണ് ആ കുടുംബ മാഹാത്മ്യം, ആ സ്വഭാവം, ആ നടപ്പ്, എല്ലാറ്റിലും ഉണ്ടത്. ആ നടപ്പിലും എടുപ്പിലും എല്ലാം. അയ്യോ മതി. അപ്പോ രോഹിണിയമ്മേ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. കല്യാണ തീയതി എത്രയും വേഗം നിശ്ചയിക്കണം. കാര്യം എന്താന്ന് വെച്ചാല്, എനിക്ക് ബന്ധുക്കളായിട്ട് സ്നേഹിതന്മാരായിട്ട് ഒരുപാട് പേരുണ്ട്. ഇവരെയൊക്കെ ഒന്ന് അറിയിച്ചു വരണ്ടേ? അത് മാത്രമല്ല, കാഞ്ഞിക്കര തറവാടും ചേന്നക്കര തറവാടും തമ്മിലുള്ള ഒത്തുചേരലുണ്ടല്ലോ, പുറത്തറിഞ്ഞ ഒരു സംഭവമായിരിക്കും. ഇങ്ങോട്ട് ഇറങ്ങി വേണം മാറി. അമ്മലക്കാളെ മൂട്ടിലരച്ചിട്ടും തീർന്നില്ല നിന്റെ കാമഭ്രാന്ത്. ഞാൻ തീർത്തു തരാം. അവിടെ ഇറങ്ങി വേണം പട്ടി. എവിടാ അതിന്റെ തണ്ട? ഇടി പെണ്ണെ, ഞാൻ കള്ളടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടോ? ഒച്ച കേൾക്കാൻ റെഡി. ചേച്ചിയെ കാണാൻ ഒരു കൂട്ടി വന്നിരിക്കകത്ത്. ആണോ? എന്റെ അവരെ കൂടെ വിളിയടാ. അവര് കേൾക്കട്ടെ നിന്റെ തന്തയുടെ കോടതിയാരം. ജനാർദ്ദനാ, പൊന്നു രാഘവ, ഒന്ന് ബഹളം വെക്കാതിരി. എന്താ അതിന് കാര്യം? എന്താ കാര്യമെന്നോ? ഇവിടെ ഇങ്ങോട്ട് അയച്ചതേ ഇവിടെ വീട്ടുകാരൊക്കെയാ, അല്ലാതെ നിങ്ങളുടെ കെട്ടിയോടെ. എന്തുണ്ടായി? ഇവിടെ അല്ല, എന്റെ വീട്ടില്. ഞാനില്ലാത്തപ്പോ കയറി വന്നിരിക്കുന്നു ഇവിടെ പിടിക്കാൻ. നീ ആരാടാ? നീ എന്താ ചെയ്യുന്ന? എന്നാടാ കൊണ്ടുവന്നിരിക്കുന്നു? നിനക്ക് എന്താന്ന് വെച്ചാ ചെയ്യടാ. അപ്പേ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളോട് പെണ്ണെടുക്കാൻ വന്നിരിക്കുക. ഈ തെണ്ടിയെ കണ്ടാ കുളിക്കണം. ഞാൻ നാറി നിന്റെ മോളെടുത്ത് ഇവിടെ പോരാടുന്നില്ലേ? നിനക്ക് അവളെ കയറി പിടിക്കാൻ പാടില്ലായിരുന്നോ?
മജി ദാ താക്കോൽ. മോളെ, ഇനി വേദനിച്ചിട്ട് എന്താ കാര്യം? നീ വിചാരമൊക്കെ ഒന്ന് മതിയാക്ക്. ചേച്ചി ഒരു കത്തുണ്ട്. എന്താ മോളെ, ആരുടെ കത്ത? ബാങ്കിൽ നിന്നാ. അപ്പോയിന്റ്മെന്റ് ഓർഡർ. തിങ്കളാഴ്ച ജോലി ചേരണം. ഹേമാജി, സാർ, ഇത് ന്യൂ അപ്പോയിന്റ്മെന്റ് പ്രമീള. ആ SB അക്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. പ്രമീള, ബാങ്കിന്റെ ഒരു വിധത്തിലുള്ള രഹസ്യങ്ങളും യു ഷുഡ് നെവർ റിവീൽ ഇറ്റ്. അണ്ടർസ്റ്റാൻഡ്? ശരി സാർ. ഹേമാജി, അതൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടില്ലേ ഹേമാജിക്ക്? ജോസഫ് കുട്ടി, സ്ത്രീജനങ്ങൾ വർദ്ധിക്കുന്നു. ജോലിയിൽ ശ്രദ്ധിക്കൂ, കണക്ക് തെറ്റരുത്. ശരി. ആളങ്ങനെയാ, ഒരു പൊടി രോഗിയാ. ഈ കാണുന്ന ജാടകളൊക്കെ ഉള്ളൂ. പ്രമീളായിരിക്കും. പണക്കുണ്ട്. ഹലോ. എനിക്ക് ആശ്വാസമായി. ഈ ആൾക്കൂട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ. ഹേമേ, വന്നിരുന്നതേ ഉള്ളൂ. തുടങ്ങിയോ ലാത്തി ചാർജ്? ജോസഫ് കുട്ടി, ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് ആയി പോയല്ലേ? ആ, നാടെവിടെയാ? വൈക്കത്താ. ഇവിടെ താമസം? അമ്മയുടെ വീട്ടിൽ. കൊള്ളാം. കണ്ണിൽ കണ്ട ഹോസ്റ്റലിലൊക്കെ താമസിച്ച് വയറ് ചീത്തയാക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞത് ഭക്ഷണക്കാരിയാ. ആ, കല്യാണത്തിരക്ക് താലി കെട്ടാൻ മറന്നു. പ്രധാന കാര്യം ചോദിച്ചില്ല. വിവാഹിതയാണോ? എന്താ, മരിച്ചുപോയോ? അയ്യോ, ഞാൻ വിവാഹിതയല്ല. ഹേമേ, ആ, പോട്ട്. ആരാ? മറ്റാരാ ഹേമയെ വിളിക്കാൻ? തന്റെ ആള് തന്നെ. ഭർത്താവാണേ. ഇവിടെ ഒരു മെഡിക്കൽ കമ്പനിയിലെ സെയിൽസ് മാനേജരാണ്. ഹലോ. മോൻ കരയുന്നെങ്കിലേ ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ട്. ചൂടാക്കി വൃത്തിയായി കൊടുക്കണം. മോന്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞ് ഓഫീസിൽ പോയാൽ മതി. ആ പിന്നെ അവളടുത്ത് ഗ്യാസ് നന്നായി ഓഫ് ചെയ്യാൻ പറയണേ കേട്ടോ. ശരി. ആ, ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. ബസ്സൊക്കെ സമയത്ത് കിട്ടിയില്ലേ മോളെ? ഞാൻ വിചാരിച്ചു നിനക്ക് ബസ് വല്ലതും തെറ്റി കാണുമെന്ന്.
നിനക്ക് ബാങ്കിൽ കൂട്ടുകാരികളൊക്കെ ആയോ? ആകെ ഒരാളേ ഉള്ളൂ, ഹേമാവതി. ഇരിക്കെ. അയ്യോ, എന്താ ഇതൊക്കെ? എനിക്കൊന്നും വേണ്ട. എനിക്ക് സന്തോഷമല്ലേ. GSC ഫുഡ്സിന്റെ അക്കൗണ്ടിൽ ആ ഞാൻ റെമിറ്റ് ചെയ്തിട്ടുണ്ട് സർ. ഓ സാർ ഒന്ന് നോക്കൂ. ആ ആ ചെക്സ് എല്ലാം പാസ്സാക്കട്ടെ സർ. ഫണ്ട്സ് Funds ഉണ്ടല്ലോ ഉണ്ട്, sir. ആ ഫണ്ട്സ് ഉണ്ടല്ലോ. ഉണ്ട് സർ. ആഹാ. ആ ഉം. എടി, ആ ആ ദാ വരുന്ന്. എടി മുടിഞ്ഞവളെ ഇതാ വരുന്നെന്ന് പറഞ്ഞു കേട്ടില്ലേ? കുന്തം. ഓ അയ്യോ, അതൊന്നും നിർത്ത, ഇതാ വരുന്നെന്ന്. ഇവർക്ക് എന്നത്തിന്റെ സൂക്കേടാണ് ഈ കിടന്ന് ഗ്യോ. കാര്യം എന്താണെന്ന് പറ. മുടിഞ്ഞവളാണെന്നോ? എന്താ ഞാൻ മുടിച്ചത്? ആ, അങ്ങനെ കാര്യം പറഞ്ഞേച്ചതല്ലുവാ, ചുമ്മാ കയറി വരാതെ. തന്നെ? എടി നീ അങ്ങ് പേടിച്ചോ, ഇത് ഞങ്ങളുടെ പതിവാ. ഒരു ദിവസം ഒരു തല്ലെങ്കിലും വെച്ചില്ലെങ്കിൽ ഇവൾക്ക് ഉറക്കം വരില്ല. സുധേട്ടാ, ഞാൻ പറയാറില്ലേ പ്രമീള, ആ. ബാങ്കിലും മിണ്ടാപ്പൂച്ച. അയ്യോ, എന്റെ മോനെവിടെ? പ്രമീള വാ. മോനെ, മോനെ, കുട്ടാ. മോനെ, എന്റെ മോൻ പാല് കുടിച്ചോ? എടി, ഇവന് പാല് കൊടുത്തോ? കൊടുത്തു വെക്കുന്നേ. എന്താ മോനെ? മോനെ, ഇതാരാന്നറിയോ? ചേച്ചി. പ്രമീളെ, ഇവനാരാ മോനെന്നറിയോ? തന്തയുടെ അസല. സുധേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. തന്തയെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ മോനും ഉറങ്ങില്ല. ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ? ഇവൻ ഉറങ്ങിയതും ഞാനിപ്പോ വരെ. മോന്റെ പേരെന്താ? ആ? ഇന്ന് ഞാനാ നേരം വൈകി വന്നത്. ഞങ്ങളിങ്ങനെ അടി. ഞാനങ്ങനല്ല. ഓ പിന്നെ, ആര് താമസിച്ചു വരുന്നോ കൊടുക്കണം ശിക്ഷ. എന്നിരേ, മോനെ എടുത്തോ. ചിക്കൻ ഫ്രൈഡ് റൈസാ. ഇത് തിന്നാനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇതേ ചൂടാവാൻ മിനിറ്റുകൾ മതി. സുധേട്ടന്റെ ചേട്ടൻ സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. കേട്ട പ്രമേളെ, ആ സിംഗപ്പൂര് പെട്ടി ഇവിടെ ഉള്ളതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലാ ഇവിടുത്തെ പാചകം. മതി മതി, വലിയ വാചകമൊന്നും അടിക്കണ്ട. ഈ തരുന്നതങ്ങ് തിന്നേച്ചാ മതി. എന്താടി നീ ആലോചിക്കുന്നത്? നിങ്ങളെ കണ്ടപ്പോ എടി, അതിന് വലിയ കാര്യമൊന്നുമില്ല. സ്നേഹിക്കണം, വിശ്വസിക്കണം, അതാണ് കുടുംബജീവിതം. എനിക്കിനി ആരെയും സ്നേഹിക്കാൻ കഴിയില്ല, വിശ്വസിക്കാൻ. അത് ശരി. എടി, ആ ഇരിക്കുന്നതേ എന്റെ മൂന്നാമത്തെ പ്രേമമാ. മൂന്നാമത്തെയോ? കേട്ട പ്രമേളെ, അത്രയാവളെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഓ, ഈ പറയുന്ന ആള് പരമയോഗ്യനാ. എടി, 5 മണിയായാൽ ഒരു കമ്പൗണ്ടർ ബാഗും ഒരു തല്ലിപ്പൊളി മോട്ടോർ സൈക്കിളുമായി ഇറങ്ങും. ആ ചടാക്കിനാണെങ്കിൽ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ വാതുക്കൽ വന്നാൽ കേടാ. ആ, എന്നിട്ട് ചടാക്കി കേറി എന്റെ അരയ്ക്ക് കയ്യുവിട്ട് ഇനി മിണ്ടി പോരുത്. സുധേട്ടാ, ഞാൻ ഗൗരവമായിട്ട് പറയുകയാണ്. പറഞ്ഞേച്ചാ മതി. നമുക്ക് ഇവൾക്കൊരു ഭർത്താവിനെ കണ്ടുപിടിക്കണം. എന്താ? ഡോക്ടർ വേണോ, എഞ്ചിനീയർ വേണോ, അതോ നമ്മുടെ കാറ്റഗറി മതിയോ? ആരായാലും കൊള്ളാം. തന്നെ പോലെ തല്ലിപ്പൊളിയാവില്ല. സുധേട്ട, എന്താ ഇത്? അപ്പൊ പ്രമേള ഇറങ്ങുമല്ലേ? ഇതെന്തൊരു ചോദ്യാ ചേട്ടാ? അത് അവാനെ കയറി പിടിച്ചു. എടി, അങ്ങനെയാ പറയാ, അതാ എന്റെ ഒരു മര്യാദ. നിനക്കതില്ലല്ലോ. വരട്ടെ. ബൈ ബൈ.
മോളെ മുരളി വന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതാ. അവന്റെ കാര്യമൊക്കെ അങ്ങനെ. ദേ ഇതിൽ അവൻ കൊണ്ടുവന്ന. ഏയ് ഇവിടെ നീ എന്നെ ഓർക്കുന്നുണ്ടോ? അമ്മേ ഇവിടെ ആളൊന്ന് സുന്ദരിയായിപ്പോ അല്ലേ? ആ അമ്മ ഇത് കണ്ടോ? പിന്നെ എവിടെയാ എവിടെയൊക്കെയല്ലോ. ആ പ്രബളെ എന്ന് പിടിച്ചേ. ആ ഇതാ അമ്മേ ഇവൻ എത്ര ഡർബ് ജയിച്ചാണെന്ന് അമ്മയ്ക്കറിയാവോ? ഇവനാണ് പ്രസിദ്ധനായ നിജൻസ്കി. എന്തെന്നാ? നിജൻസ്കി. അമ്മ എന്ത് പറഞ്ഞേ? നീ പോടാ, എന്നെ കൊണ്ടുപോകുമ്പോ നീ തന്നെ പറഞ്ഞാ മതി. അമ്മേ ഇവന്റെ വില 1500. അയ്യോ, ഈ ഒരു പടത്തിനോ? ആ എന്റെ കുഞ്ഞെ, ആ കാശുണ്ടായിരുന്ന ഒരു കറവപ്പസിനെ മേടിക്കായിരുന്നല്ലോ അല്ലേ മോളെ? ബ്രിഗേഡിയർ ചന്ദ്രശേഖരന്റെ സഹധർമ്മിണി എന്റെ അമ്മയാണ് ഈ പറയുന്നത്. നീ പോടാ അവിടുന്ന്. ജോഗിങ്ങിന് പോയതാ. വേണമെങ്കിൽ നാളെ മുതൽ പ്രമേളയ്ക്കും കൂടാ. വേണ്ട 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 വേണ്ട, അതൊക്കെ നിന്റെ സിംഗപ്പൂരില് ആണും പെണ്ണും ഒന്നിച്ചോടുന്നത്. ഇത് എറണാകുളമാ. നീ ഒന്ന് കാപ്പിടിക്കാൻ നോക്ക്. പ്രമേളെ ഒരു മിനിറ്റ്. എന്തൊരു ദുർഗന്ധമാണ് അതിനെ. പ്രബിളെ സുഗന്ധം എന്ന് പറയാൻ അമ്മയ്ക്കറിയില്ല, അതുകൊണ്ടാ. ഇതെന്താ ഉരുടലി? തടി വയ്ക്കാതിരിക്കാനോ മറ്റോ ആണോ? അവൾ അത്രയൊക്കെ കഴിക്കാറുള്ളൂ. പ്രമീളെ, ബോംബെ ടെസ്റ്റിൽ ഇന്ത്യ ഇന്നലെ എത്ര റൺസ് എടുത്തു? എനിക്കറിഞ്ഞൂടാ. ഞാൻ സ്പോർട്സ് കോളങ്ങൾ വായിക്കാറില്ല. ഇവിടെ ഏതുണ്ട് നല്ല ഹിന്ദി പിക്ചർ? അറിയില്ല. അല്ലമേ, നിങ്ങൾ സിനിമയ്ക്കൊന്നും പോകാറില്ലേ? ഇവള് രാവിലെ ബാങ്കിൽ പോവും, വൈകുന്നേരം തിരിച്ചു വന്ന് മുറി കയറി കഥവടച്ചിരിക്കും. വിളിച്ച വന്നു വല്ലതും കഴിക്കും. ഇതാ ഇവളുടെ സ്വഭാവം. ഇവളിവിടെ ഉള്ളതും ശരി, ഇല്ലാത്തതും ശരി. അമ്മായി, ഞാൻ എഴുന്നേക്കട്ടെ. പല നല്ല വിവാഹാലോചനകളും വന്നതാ, പക്ഷെ ഒന്നും നടക്കുന്നില്ല. എന്റെ ആങ്ങളെ ഉണ്ടല്ലോ, അവളുടെ അച്ഛൻ, അങ്ങയുടെ മഹിമ കൊണ്ടാ. കൊച്ചമ്മാരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? ഇവിടെ ഇരിക്കല്ലേ പറഞ്ഞത്? ഇരിക്കല്ലേ ഇവിടെ? വീട്ടിൽ അതിഥി വന്നാൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? മനസ്സിലായില്ലേ? അതിഥി എന്ന് പറയുന്നത് ഞാനാ. നീ ഇവിടെ സ്ഥിരമായി താമസിക്കുന്നവളാ. ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് വരും. ഞാൻ പറയൂ. അമ്മ എന്നോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. ബി സ്മാർട്ട്. ജീവിതത്തെ സ്നേഹിക്കാൻ പഠിക്കും. അപ്പോ ജീവിതം നിന്നെ സ്നേഹിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാനിവിടെയുള്ളപ്പോ ഈ സ്വഭാവം ഞാൻ സമ്മതിക്കില്ല. ഓക്കെ? തിന്നാനാ തന്നത്.